എല്ലാവർക്കും നമസ്കാരം. വേദാവിത്ത് ഹരിയിലേക്ക് സ്വാഗതം. നാളെ 1200 ആണ്ട് കർക്കിടക മാസം 14 ബുധനാഴ്ച, 2025 ജൂലൈ മാസം 30 നാളത്തെ നക്ഷത്രം അത്തനക്ഷത്രം, തിഥി ഷഷ്ടിയാണ്. ശുഭകാര്യങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ ദിവസമാണ് ഷഷ്ടി തിഥി. നാളെ അത്തം ജന്മപ്പിറന്നാളായിട്ട് ആഘോഷിക്കുന്നവരും അത്തം നക്ഷത്രത്തിലുള്ളവരും അനുഷ്ഠിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങൾ. നാളെ അവരുടെ നക്ഷത്ര ദിവസം ഷഷ്ടി തിഥിയും കൂടിയാണ്. സുബ്രഹ്മണ്യ ഭഗവാന് ഏറ്റവും വിശേഷപ്പെട്ട ദിവസമാണ് ഷഷ്ടി തിഥി. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്ക് ചാരവശാലി ഇപ്പം കണ്ടകശിനിയുടെ സമയവും, 10 വ്യാഴം സഞ്ചരിക്കുന്ന സമയവും, 6 രാഹു സഞ്ചരിക്കുന്ന സമയമാണ്. അവരുടെ ഗ്രഹസ്ഥിതി പ്രകാരം കണ്ടകശിനി സ്വല്പം ക്ലേശങ്ങൾ ഉണ്ടാക്കാം. തൊഴിൽ സ്ഥാനത്ത് ശത്രുത വർദ്ധിക്കാനുള്ളതായ യോഗങ്ങൾ കാണിക്കും. തൊഴിൽ സ്ഥാനത്ത് 10 വ്യാഴം തൊഴിൽപരമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിൽ വരും. കുടുംബത്തിൽ പിണങ്ങി നിൽക്കുന്നവരൊക്കെ കുടുംബമായിട്ട് പിണക്കങ്ങളൊക്കെ മാറി സ്വരുമയിൽ പോകാനുള്ള അവസരവും കൂടിയാണ് അത്തം നക്ഷത്രക്കാർക്ക് ഇപ്പോഴുള്ള സമയം. അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് പൊതുവെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള ക്ലേശങ്ങളൊക്കെ ഒരു പരിധിവരെ മാറി വരുന്നുണ്ട് സമയമാണെങ്കിൽ പോലും കണ്ടകശിനിയുടേതായ കുറേ ബുദ്ധിമുട്ടുകൾ അവർ അലട്ടുന്നുണ്ട്. അത് തൊഴിൽ സ്ഥാനത്തായിട്ടും പ്രധാന പ്രശ്നങ്ങളായിട്ട് വരിക, തൊഴിൽ തടസ്സത്തിനോ തൊഴിൽ ചെയ്യുന്നവർക്ക് തൊഴിൽ സ്ഥാനത്ത് കൂട്ടത്തിൽ നിൽക്കുന്നവരുമായിട്ട് കലഹങ്ങൾ ഉണ്ടാകുന്നതിനോ നമ്മൾ പറയാത്ത കാര്യങ്ങൾ നമ്മുടെ പേരിൽ ആരോപിക്കപ്പെടുന്നതിനൊക്കെയുള്ള സമയമായതിനാൽ തൊഴിൽ സ്ഥാനത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത്തം നക്ഷത്രം വിദ്യാഭ്യാസത്തിൽ രാഹുർദശയായതുകൊണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ രക്ഷകർത്താക്കളും വിദ്യയുടെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ വയ്ക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. പൊതുവെ അത്തം നക്ഷത്രക്കാർ പ്രധാന വിദ്യാഭ്യാസ ഘട്ടത്തിലേക്ക് കിടക്കുന്ന 15-17 ആ വയസ്സിലേക്ക് കിടക്കുന്ന സമയത്ത് രാഹുർദശയായതുകൊണ്ട് മടി, ആലസ്യത, ദേഷ്യം, വിദ്യയുടെ കാര്യത്തിൽ തടസ്സങ്ങളൊക്കെ വരാം, വിദ്യാപരാജയങ്ങളൊക്കെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ജാതകത്തെ രാഹു അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് ഫലം ദോഷഫലമായിട്ട് തന്നെ വരും. അപ്പം വിദ്യാഭ്യാസത്തിൽ തടസ്സങ്ങൾ മാറാൻ അത്തം നക്ഷത്രത്തിൽ വിദ്യാർത്ഥികളായിട്ടിരിക്കുന്നവരെല്ലാവരും അവരുടെ വീട്ടുകാരും രക്ഷകർത്താക്കളും സമീപ ക്ഷേത്രത്തിൽ പക്കപ്പിറന്നാളുകളും അത്തം നക്ഷത്രം തോറും രാഹുപൂജ നടത്തുന്നതും സർപ്പസ്ഥാനത്ത് ആയില്യനാളിൽ 100 പാലം നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. വിദ്യയുടെ കാര്യത്തിലെ തടസ്സങ്ങൾ മാറി ആ വിദ്യയുടെ കാര്യത്തിൽ മടി, ആലസ്യത വരാതെ പഠിക്കാനൊരു സ്വമേധയ ഒരു താല്പര്യം അവർക്ക് വരുന്നതാണ്. രാഹുദശയിൽ മടി, ആലസ്യതയൊക്കെയാണ് പറയുന്നത്. അത് മാറാനായിട്ട് ഈ വഴിപാട് ഏറ്റവും ഉപകരിക്കും. പൊതുവെ നാളത്തെ ദിവസം അത്തം നക്ഷത്രക്കാരെല്ലാവരും അവർക്ക് അത്തം നക്ഷത്രത്തിലുള്ളവർക്ക് പോകാൻ പറ്റില്ലെങ്കിൽ രക്ഷകർത്താക്കളായാലും സമീപ ക്ഷേത്രത്തിൽ ചെല്ലുക. നാളെ വിശേഷ ഷഷ്ടി തിഥിയും കൂടി ആയതുകൊണ്ട് സുബ്രഹ്മണ്യ ഭഗവാന് യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും പനിനീരഭിഷേകം, പഞ്ചാമൃത നിവേദ്യം ഇത്യാദി വഴിപാടുകൾ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. വിഷഭയങ്ങൾക്കൊക്കെ സാധ്യത പറയുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഭക്ഷണകാര്യങ്ങളിലൊക്കെ അത്തം നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കണം. ഉദര സംബന്ധമായ വ്യാധികൾ അലട്ടാനുള്ള യോഗം, തൊഴിൽ സ്ഥാനത്ത് ക്ലേശത്തിനോ സ്ഥാനമാറ്റത്തിനുള്ള യോഗം, ഗൃഹസ്ഥാനത്ത് ഐക്യത ഉണ്ടാവാനുള്ളൊരു യോഗം ഗുണമായിട്ട് പറയുന്നുണ്ട്. ഭിന്നിപ്പുകളൊക്കെ മാറി അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി ഗൃഹസ്ഥാനത്ത് സ്വരുമ പറയുന്നുണ്ട്. അതൊരു നല്ല ഫലമായിട്ട് തന്നെ അത്തം നക്ഷത്രക്കാർക്ക് നാളെ കൂട്ടാം. എന്നാലും പൊതുവെ അത്തം നക്ഷത്രക്കാരുടെ കണ്ടകശിനി ദോഷങ്ങൾ ബാധിക്കാതിരിക്കാനും നാളത്തെ ദിവസം പൊതുവെ ബുധനാഴ്ചയായതിനാൽ ശ്രീരാമ ഭഗവാന് അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാന് പ്രാധാന്യം കൊടുക്കുക. നാളെ ദിവസം അത്തം നക്ഷത്രക്കാർ സമീപത്തെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെത്തി തൃക്കൈവെണ്ണ നടത്തുക, തുളസിമാല സമർപ്പിക്കുക ഇത്യാദി വഴിപാടുകൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. ക്ഷേത്ര ദർശനം തന്നെ ദോഷശാന്തിക്ക് ഏറ്റവും ഉത്തമമായതിനാൽ ക്ഷേത്ര ദർശനം തന്നെയാണ് ഏറ്റവും പ്രാധാന്യം. ക്ഷേത്രത്തിൻ്റെ ദർശനത്തിനുള്ള പ്രത്യേകിച്ചുള്ള ചട്ടവട്ടങ്ങളൊന്നും നോക്കണ്ട, ഭക്തിയോടുകൂടി ക്ഷേത്ര ദർശനം നടത്തുക. അതുതന്നെയാണ് ഏറ്റവും ഭക്തി, ഏറ്റവും ഫലം. ക്ഷേത്രത്തിൽ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ളത്, എന്നെ ആരാണോ അചഞ്ചലമായ ഭക്തിയോട് സമീപിക്കണം അവനെ ഞാൻ സംരക്ഷിക്കുന്നതാണ്. അപ്പം പ്രത്യേകിച്ച് വേറൊന്നും ആലോചിക്കേണ്ട, ക്ഷേത്ര ദർശനത്തിന് എന്താണോ അതിനെപ്പറ്റിയൊന്നും ആലോചിക്കേണ്ട, ഭക്തിയോടുകൂടി ക്ഷേത്ര ദർശനം നടത്തുക. ഒരു തുളസി തലങ്ങളും ഭഗവാന്റെ സമീപത്ത് കൊണ്ട് സമർപ്പിക്കാൻ പറ്റി, അത് തന്നെ ഏറ്റവും വലിയ പുണ്യം. അത്തം നക്ഷത്രത്തിലുള്ളവർ ദാമ്പത്യ ബന്ധത്തിൽ കൂടുതൽ വില കൽപ്പിക്കുക. ദാമ്പത്യ ബന്ധത്തിൻ്റെ ഇടയ്ക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
ഒരു കാര്യങ്ങളും ജീവിത പങ്കാളിയോട് മറച്ചു വെക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. തൊഴിൽ സ്ഥാനത്ത് നിൽക്കുന്നവർ തൊഴിൽ സ്ഥാനത്ത് തൻ്റെ മേലധികാരികളിൽ നിന്നോ തൻ്റെ ജീവനക്കാരിൽ നിന്നോ തൻ്റെ കൂട്ടത്തിലുള്ളവരുമായിട്ട് അഭിപ്രായ വ്യത്യാസം വരാതെ വളരെ ശ്രദ്ധിക്കണം. ഈ ഒരു കാലഘട്ടം തൊഴിൽ സ്ഥാനത്ത് കുറേ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ, നമ്മൾ പറയാത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ പേരിൽ അടിച്ചേൽപ്പിക്കപ്പെടേണ്ടതായ ഒരു സമയമാണ്. അതിനാൽ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും ഐക്യമത്യ സൂക്തത്താൽ പുഷ്പാഞ്ജലി കഴിക്കുന്നതും നാളത്തെ ദിവസം ഏറ്റവും നല്ലതായിരിക്കും. നാളത്തെ ദിവസം സുബ്രഹ്മണ്യ ഭഗവാൻ ഏറ്റവും വിശേഷമുള്ളൊരു ദിവസമാണ്. അത്ത നക്ഷത്രക്കാരല്ലാത്തവർ എല്ലാ നക്ഷത്രക്കാർക്കും നാളത്തെ ദിവസം സുബ്രഹ്മണ്യ ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. വിശേഷിച്ച് ചൊവ്വാദശ അനുഭവിക്കുന്നവർക്കൊക്കെ സുബ്രഹ്മണ്യ ഭജനം നാളത്തെ ദിവസം ഏറ്റവും നല്ലതാണ്. മകീരം, ചിത്തിരാവിട്ടം ഈ 3 നക്ഷത്രത്തിലും ദശാനാഥൻ ചൊവ്വയായിട്ട് വരുന്നതുകൊണ്ട് ഈ നക്ഷത്രക്കാരൻ നാളത്തെ ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി, അഭിഷേകപ്രിയനാണ് ഭഗവാൻ അഭിഷേകത്തിനുള്ള പന്നീരോ പാലോ കരിക്കോ അഭിഷേകിക്കുന്നതും പഞ്ചാമൃത അഭിഷേകമോ നിവേദ്യം നടത്തുന്നതും നാളത്തെ ദിവസം ഏറ്റവും നല്ലതായിരിക്കും. മക്കളുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് അമ്മമാർ ഷഷ്ടിവ്രതം അനുഷ്ഠിക്കുക, ഷഷ്ടി ദിവസം സുബ്രഹ്മണ്യ ഭഗവാനെ ചെന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ സന്താനങ്ങളുടെ അഭിവൃദ്ധിക്ക് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ സന്താനങ്ങളുടെ പഠന സംബന്ധമായ തടസ്സങ്ങൾ മാറാനും തൊഴിൽപരമായിട്ടുള്ള തടസ്സങ്ങൾ മാറാനും ഉദ്യോഗ ലബ്ധിക്കൊക്കെ നാളെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ചെന്ന് കുമാരസൂക്തം കൊണ്ട് അർച്ചന വിശേഷമായിട്ട് നടത്തുന്നത് ഏറ്റവും ഉത്തമമാണ്. വിശേഷത്ത നക്ഷത്രക്കാർ, അതിലുപരി കന്യക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർ, അതായത് ഉത്തരത്തിന്റെ മുക്കാലും അത്തവും ചിത്തിര നക്ഷത്രത്തിന്റെ ആദ്യത്തെ പകുതി നക്ഷത്രക്കാരും കന്യക്കൂറിൽപ്പെട്ടവർക്ക് നാളത്തെ ദിവസം ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് അവരുടെ ശനിദോഷങ്ങൾ അകറ്റാൻ ഏറ്റവും ഉപകരിക്കും. വിശേഷിച്ചാൽ നാളത്തെ നക്ഷത്രം അത്തമായതിനാൽ അത്തം നക്ഷത്രക്കാർ സമീപത്തുള്ള ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ ഈ പറഞ്ഞ വഴിപാടുകളിൽ ഏതെങ്കിലും ഒന്ന് അനുഷ്ഠിക്കാൻ ഏറ്റവും ഉത്തമമായിരിക്കും. ഹനുമാൻ സ്വാമിയെ ദർശിച്ച് അവൽ നിവേദ്യം നടത്തുന്നത് വളരെ വിശിഷ്ടമായിട്ടുള്ള വഴിപാടാണ്. അവരുടെ ദോഷശാന്തിക്ക് ഏറ്റവും ഉപകരിക്കുന്ന വഴിപാടും കൂടിയാണ്. അത്തം നക്ഷത്രക്കാരുടെ നാളത്തെ ഒരു ദിവസത്തെ ഫലമാണ് ഞാൻ പറഞ്ഞത്. പിന്നീട് 27 നക്ഷത്രം കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ ഫലം വരുന്നത്. ഒരു മാസത്തെ ഫലത്തിൻ്റെ കുറച്ചുകൂടെ പ്രയോജനം അത് ആ ദിവസത്തെ ഫലത്തിനാണ്. ഗ്രഹസ്ഥിതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊന്നും വരാതെ നാളത്തെ ദിവസം നിങ്ങൾക്ക് അനുഭവിക്കുന്ന ഫലങ്ങളും, നാളത്തെ ദിവസം വിദേശ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ, തൊഴിലിന് ചേരാൻ തയ്യാറെടുക്കുന്നവർ, വിദ്യാഭ്യാസം തുടങ്ങാൻ തയ്യാറെടുക്കുന്നവർ, ഇത്യാദി പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ തയ്യാറെടുക്കുന്നവർക്ക് നാളത്തെ ദിവസം വിശേഷം ഈ പറഞ്ഞ വഴിപാടുകളൊക്കെ അനുഷ്ഠിച്ച് ചെയ്യുന്നത് നമ്മുടേതായ പ്രവർത്തനങ്ങൾക്ക് ഒരു ഊർജത്തെ നൽകുന്നതായിരിക്കും. അപ്പം ഒരു വിശ്വാസത്തോടു കൂടി ഈ വഴിപാടുകളൊക്കെ അനുഷ്ഠിക്കുക. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ വഴിപാടുകളൊക്കെ ചെയ്താൽ നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കും എന്നല്ല. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നടത്താൻ പ്രയത്നിക്കുമ്പോൾ വഴിപാട് നമുക്കൊരു സഹായമാകുന്നതാണ്. അപ്പോൾ എല്ലാവരും ക്ഷേത്ര ദർശനം ചെയ്ത് നമ്മുടെ പ്രയത്നത്തെ കുറച്ചുകൂടെ ഫലവത്താക്കുക. ഒരു ഭാഗ്യസിദ്ധി എന്നാണ് അവിടെ. അപ്പം നമ്മൾ പ്രവർത്തിച്ചിട്ടും ആ ഭാഗ്യഹാനി നിമിത്തം നമുക്ക് ആ ഫലം അനുഭവിക്കാതെ വരുന്നവർക്ക് ഒരു ഭാഗ്യസിദ്ധിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് പരാജയം ഉണ്ടാകാതിരിക്കാനും ക്ഷേത്ര ദർശനവും വഴിപാടും ഏറ്റവും ഉപകരിക്കുന്ന ഒരു ക്രിയയാണ്. അപ്പോൾ അതൊന്ന് അനുഷ്ഠിച്ച് നോക്കിയാൽ നമുക്ക് ജീവിതത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ നമുക്ക് തന്നെ മനസ്സിലാകുന്നതാണ്. ഈ പറഞ്ഞ വഴിപാടുകൾക്ക് ഒന്നും ചെയ്യാൻ സാഹചര്യം ഇല്ലാത്തവരുണ്ടാവും. അവർ നാളത്തെ ദിവസം രാവിലെ എണീറ്റ് വീട്ടിൽ നിന്നായാലും വിഷ്ണു ഭഗവാനെ ഒന്ന് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അത്ത നക്ഷത്രത്തിൽ വിവാഹാദി കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകുന്നവർ, അല്ലെങ്കിൽ വിവാഹം നടക്കാൻ താമസിക്കുന്നവർക്കോ നാളത്തെ ദിവസം ദേവീ ക്ഷേത്രത്തിൽ ചെന്ന് മുല്ലപ്പൂവുണ്ട്, വെളുത്ത പുഷ്പങ്ങൾ, അതിൽ മുല്ലപ്പൂവുണ്ട് ബാണേശ്വരി മന്ത്രം കൊണ്ട് അർച്ചന നടത്തുന്നത് വിവാഹ സംബന്ധമായ തടസ്സങ്ങൾ തീരാനായിട്ട് ഏറ്റവും ഉപകരിക്കും. അത്ത നക്ഷത്രക്കാരെ സംബന്ധിക്കുന്ന കൂടുതൽ വിവരങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർ താഴെ കമൻ്റായിട്ട് അത് എഴുതി ചോദിച്ചാൽ അതിനുള്ള മറുപടി അവർക്ക് അയച്ചു തരുന്നതാണ്. ഡേറ്റ് ഓഫ് ബർത്ത് സമയം കൂടി ഉണ്ടെങ്കിൽ അവരുടെ ഉത്തമമായിട്ടുള്ള ഫലങ്ങൾ കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. എല്ലാവർക്കും ശുഭദിനം നേരും.